Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ മിസ്chievous റാറ്റ്സ് ആൻഡ് ദ ഗേൾ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ഗോൾഡീസ് മദർ വാസ് എക്സ്ട്രീംലി ട്രബിൾഡ് ബൈ റാറ്റ്സ്. ഗോൾഡ് ഒരു പെൺകുട്ടിയുടെ പേരാണ്. ഗോൾഡീസ് മദർ, ഗോൾഡിൻ്റെ അമ്മ, വാസ് എക്സ്ട്രീംലി ട്രബിൾഡ്. ട്രബിൾ എന്നാൽ ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. എക്സ്ട്രീംലി എന്നാൽ ഭയങ്കരമായിട്ട്. ഗോൾഡിൻ്റെ അമ്മ വളരെ അധികം ബുദ്ധിമുട്ടി. ബൈ റാറ്റ്സ്, എലികളാൽ. എലികൾ കൊണ്ടുള്ള ശല്യം കാരണം ഗോൾഡിൻ്റെ അമ്മ വളരെ അധികം ബുദ്ധിമുട്ടി. They played mischief around her house and destroyed eatable lying in the kitchen. They played mischief. Mischief എന്നാൽ വികൃതി, കുഴപ്പം, ഇതൊക്കെയാണ് അർത്ഥം. അവർ കുസൃതികൾ കാണിച്ചു, ആ എലികൾ. എറൗണ്ട് ഹെർ ഹൗസ്, അവളുടെ വീടിൽ ചുറ്റുപാടുമായിട്ട്. ആൻഡ് ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. ഡിസ്ട്രോയിഡ് ഈറ്റബിൾസ് ലൈങ് ഇൻ ദ കിച്ചൺ. ഈറ്റബിൾസ് എന്നാൽ ഭക്ഷണ സാധനങ്ങൾ. ഈറ്റബിൾസ് ലൈങ് ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ വച്ചിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വസ്തുക്കൾ നശിപ്പിച്ചു ആ എലികൾ. ദേ ഹാഡ് ഡഗ് ബറോസ് ഫോർ ദംസെൽവ്സ് ഇൻ ദ ഹൗസ്. ദേ ഹാഡ് ഡഗ്, അവർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഡഗ്. ഡിഗ് എന്നാൽ കുഴിക്കുക. ദേ ഹാഡ് ഡഗ്, അവർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ബറോ എന്നാൽ മാളം. മാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ ദംസെൽവ്സ്, അവർക്ക് വേണ്ടിയിട്ട്. ഇൻ ദ ഹൗസ്, വീട്ടിൽ. ആ വീട്ടിൽ ആ എലികൾ അവർക്ക് വേണ്ടിയിട്ട് മാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൺ ഡേ ഗെറ്റിംഗ് ഫെഡ് അപ്പ് വിത്ത് ദയർ മിസ്ചീഫ്, ഗോൾഡി സെഡ്. വൺ ഡേ ഒരു ദിവസം. ഗെറ്റിംഗ് ഫെഡ് അപ്പ് എന്നാൽ മടുക്കുക എന്നാണ് അർത്ഥം. ഗെറ്റിംഗ് ഫെഡ് അപ്പ് മടുപ്പ് പിടിച്ച്. വിത്ത് ദയർ മിസ്ചീഫ്, അവരുടെ, ആ എലികളുടെ മിസ്ചീഫ്, കുസൃതി കാരണം മടുപ്പ് കൊണ്ട്. ഗോൾഡി സെഡ്, ഗോൾഡി പറഞ്ഞു, മമ്മി, ദീസ് റാറ്റ്സ് ആർ നോട്ട് ഗോയിങ് ടു കം അണ്ടർ കൺട്രോൾ സോ ഈസിലി. ലളിതമായിട്ട് ഈ എലികളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ദേ വിൽ ഹാവ് ടു ബി പനിഷ്ഡ്, അവർ ശിക്ഷിക്കപ്പെടേണ്ടി വരും. ടുഡേ ഇറ്റ്സെൽഫ് ഐ വിൽ ഗെറ്റ് എ റാറ്റ് ട്രാപ്പ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് ടീച്ച് ദം എ ലെസൺ. ടുഡേ ഇറ്റ്സെൽഫ് എന്നാൽ ഇന്നു തന്നെ എന്നാണ് അർത്ഥം. ഇന്നു തന്നെ. ഐ വിൽ ഗെറ്റ് എ റാറ്റ് ട്രാപ്പ്, ഞാൻ ഒരു റാറ്റ് ട്രാപ്പ് എന്നാൽ എലിക്കണി, ട്രാപ്പ് എന്നാൽ കെണി, ഒരു കെണി കൊണ്ടുവരും. ഫ്രം ദ മാർക്കറ്റിൽ നിന്നും. ആൻഡ് ടീച്ച് ദം എ ലെസൺ, എന്നിട്ട് ടീച്ച് എന്നാൽ പഠിപ്പിക്കുക. ആൻഡ് ടീച്ച് എന്നിട്ട് പഠിപ്പിക്കും. ദം അവകളെ, ആ എലികളെ. എ ലെസൺ ഒരു പാഠം ഞാൻ ഇന്നു തന്നെ മാർക്കറ്റിൽ നിന്നും ഒരു എലിക്കണി കൊണ്ടുവന്നിട്ട് അവറ്റകളെ പഠിപ്പിക്കും. ദ റാറ്റ്സ് ഹാവ് ബിക്കം സോ നോട്ടി ദാറ്റ് ദേ ഈവൻ എൻ്റർ മൈ ബാഗ് ആൻഡ് ഡിസ്ട്രോയ് മൈ ബുക്സ്. ദ റാറ്റ്സ് ഹാവ് ബിക്കം, ആ എലികൾ ആയിത്തീർന്നിട്ടുണ്ട്. ബിക്കം എന്നാൽ ആയിത്തീരുക. ബിക്കം മൂന്നാമത്തെ രൂപമാണ് ബിക്കം. ദ റാറ്റ്സ് ഹാവ് ബിക്കം, എലികൾ ആയിത്തീർന്നിട്ടുണ്ട്. സോ നോട്ടി, വളരെ നോട്ടി എന്നാൽ വികൃതിയായിട്ടുള്ളവരായി തീർന്നിട്ടുണ്ട്. ദാറ്റ് ദ ഈവൻ എൻ്റർ മൈ ബാഗ്, അവർ എൻ്റെ ബാഗിലേക്ക് പോലും പ്രവേശിച്ചു. ആൻഡ് ഡിസ്ട്രോയ് മൈ ബുക്സ്, അങ്ങനെ എൻ്റെ ബാഗിലേക്ക് കയറി അവറ്റകൾ എൻ്റെ പുസ്തകങ്ങളും നശിപ്പിച്ചു. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. എൻ്റർ പ്രവേശിക്കുക. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. ഈവൻ എൻ്റർ മൈ ബാഗ്, എൻ്റെ ബാഗിലേക്ക് പോലും പ്രവേശിച്ചു. വൺ ഡേ ദേ വിൽ റീച്ച് മൈ സ്കൂൾ ടു. വെൻ ഐ ഓപ്പൺ ദ ബാഗ് ദേ വിൽ റൺ ഔട്ട് ഓഫ് ഇറ്റ്. വൺ ഡേ ഒരു ദിവസം. ദേ വിൽ റീച്ച് മൈ സ്കൂൾ ടു, ഒരു ദിവസം അവർ എൻ്റെ സ്കൂളിലേക്കും എത്തും. ദേ വിൽ റീച്ച് എന്നാൽ അവർ എത്തും. മൈ സ്കൂൾ ടു, സ്കൂളിലേക്കും എന്ന് പറയാനാണ് ടു ഉപയോഗിച്ചിട്ടുള്ളത്. വെൻ ഐ ഓപ്പൺ ദ ബാഗ്, ഞാൻ
ബാഗ് തുറക്കുന്ന സമയത്ത് ദേ വിൽ റൺ ഔട്ട് ഓഫ് ഇറ്റ്. അവറ്റകൾ അതിൽ നിന്നും ഓടിപ്പോകും. ദെൻ ദർ ഈസ് എ റക്കസ് ഇൻ ദ ക്ലാസ്. മൈ ഫ്രണ്ട്സ് ടീസ് മീ ബൈ കോളിംഗ് മീ റാറ്റ്സ് ടെയിൽ. ദെൻ ശേഷം എലികൾ സ്കൂളിലേക്കും എത്തിച്ചേരും. ബാഗ് തുറക്കുമ്പോൾ അവറ്റകൾ അതിൽ നിന്നും പുറത്തേക്ക് പോകും. ദെൻ ശേഷം ദർ ഈസ് എ റക്കസ്. റക്കസ് എന്നാൽ ഒച്ചപ്പാട്, ബഹളം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ദർ ഈസ് എ റക്കസ് ഇൻ ദ ക്ലാസ്. എന്താണ്? ക്ലാസ്സിൽ ഒരു ബഹളമുണ്ടാകും. മൈ ഫ്രണ്ട്സ് ടീസ് മീ. ടീസ് എന്നാൽ പരിഹസിക്കുക എന്നുള്ള അർത്ഥമാണ്. മൈ ഫ്രണ്ട്സ് ടീസ് മീ. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കും. ബൈ കോളിംഗ് മീ റാറ്റ്സ് ടെയിൽ. ബൈ കോളിംഗ് വിളിച്ചുകൊണ്ട്, റാറ്റ്സ് ടെയിൽ. റാറ്റ്സ് ടെയിൽ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കും. മമ്മി സ്മൈൽഡ് ആൻഡ് സെഡ് ഡോണ്ട് കിൽ ദം, ജസ്റ്റ് ട്രൈ ടീച്ചിങ് ദം എ ലെസൺ സോ ദാറ്റ് ദേ ഗിവ് അപ്പ് മിസ്ചീഫ്. മമ്മി സ്മൈൽഡ് ആൻഡ് സെഡ്. മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോണ്ട് കിൽ ദം, അവറ്റകളെ കൊല്ലരുത്. ജസ്റ്റ് ട്രൈ ശ്രമിക്കുക, ടീച്ചിങ് ദം എ ലെസൺ, അവറ്റകളെ ഒരു പാഠം പഠിപ്പിക്കാൻ മാത്രം ശ്രമിക്കുക. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ ദേ ഗിവ് അപ്പ് മിസ്ചീഫ്. ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങുക, ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ ഗിവ് അപ്പ് എന്നുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ അവറ്റകൾ ഒരു പാഠം പഠിപ്പിച്ചാൽ ദേ ഗിവ് അപ്പ് അവർ ഉപേക്ഷിക്കും. മിസ്ചീഫ് എന്താണ്? വികൃതി. അവറ്റകളുടെ വികൃതി ഉപേക്ഷിക്കും. ഗിവ് അപ്പ് എന്നതിന് നിർത്തുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഗോൾഡി ബോട്ട് എ റാറ്റ് ട്രാപ്പ് ദാറ്റ് വെരി ഡേ. ഗോൾഡി ബോട്ട്. ഗോൾഡി വാങ്ങി. ബൈ എന്നാൽ വാങ്ങുക, അതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ബോട്ട്. ഗോൾഡി ബോട്ട്. ഗോൾഡി വാങ്ങി എ റാറ്റ് ട്രാപ്പ്, ഒരു എലിക്കണി വാങ്ങി. ദാറ്റ് വെരി ഡേ. പെർട്ടിക്കുലർ ഡേ എന്നാണ് ഇവിടെ ഇതിനർത്ഥം. ഒരു പ്രത്യേക ദിവസം, അതായത് ആ ദിവസം തന്നെ എന്നുള്ള അർത്ഥമാണ്. ആ ദിവസം തന്നെ ഗോൾഡി ഒരു എലിക്കണി വാങ്ങി. ഷീ ഹുക്ക്ഡ് എ പീസ് ഓഫ് ബ്രെഡ് ഇൻ ദ റാറ്റ് ട്രാപ്പ്. ഷീ ഹുക്ക്ഡ്. ഹുക്ക് എന്നാൽ കൊളുത്തുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഷീ ഹുക്ക്ഡ് അവൾ കൊളുത്തി. എ പീസ് ഓഫ് ബ്രെഡ് ഒരു കഷ്ണം ബ്രെഡ്. ഇൻ ദ റാറ്റ് ട്രാപ്പ് ആ എലിക്കണിയിൽ ഒരു കഷ്ണം ബ്രെഡ് കൊളുത്തി വച്ചു. ആൻഡ് സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്സ് സോ ദാറ്റ് റാറ്റ്സ് മൈറ്റ് ബി ഈസിലി ഫൂൾഡ്. ആൻഡ് അങ്ങനെ ബ്രെഡ് കൊളുത്തി വെച്ചു. ആൻഡ് സ്വിച്ച്ഡ് ഓഫ്. സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ്സ് ലൈറ്റുകൾ ഓഫ് ചെയ്തു. സോ ദാറ്റ് അതുകൊണ്ട് റാറ്റ്സ് മൈറ്റ് ബി ഈസിലി ഫൂൾഡ് എലികളെ പെട്ടെന്ന് പറ്റിക്കപ്പെടാനായിട്ട് സാധിക്കും ഈ ലൈറ്റുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് പറയുന്നത്. ദെൻ ലൈങ് ഡൗൺ ഓൺ ഹെർ കൗച്ച് ഷീ വെയ്റ്റ്. ഷീ വാസ് നോട്ട് ഫീലിംഗ് സ്ലീപ്പി. ദെൻ പിന്നീട് ലൈങ് ഡൗൺ ഓൺ ഹെർ കൗച്ച്. കൗച്ച് എന്നാൽ ചെറുകട്ടിൽ, കിടക്ക, ഇതൊക്കെയാണ് അർത്ഥം. ചെറിയ ഇരിപ്പിടങ്ങൾ. ലൈങ് ഡൗൺ എന്നാൽ കിടക്കുക. അവൾ താഴെ കിടന്നു. ഓൺ ഹെർ കൗച്ച് ആ ചെറുകട്ടിലിൽ കിടന്നു. ഷീ വെയ്റ്റ് അവൾ കാത്തിരുന്നു. ഷീ വാസ് നോട്ട് ഫീലിംഗ് സ്ലീപ്പി അവൾക്ക് ഉറക്കം തോന്നിയില്ല. വെൻ ദർ വാസ് എ പിൻ ഡ്രോപ്പ് സൈലൻസ് ഇൻ ദ ഹൗസ് ദ റാറ്റ്സ് കെയിം ഔട്ട് ടു പ്ലേ. വെൻ ആ സമയത്ത്, വെൻ ദർ വാസ് എ പിൻ ഡ്രോപ്പ് സൈലൻസ് ആ വീട്ടിൽ എന്താണ്? ഇൻ ദ ഹൗസ് ആ വീട്ടിൽ പരിപൂർണ നിശബ്ദത ഉണ്ടായപ്പോൾ. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നാൽ പരിപൂർണ നിശബ്ദത എന്നുള്ള അർത്ഥമാണ്. പരിപൂർണ നിശബ്ദത ഉണ്ടായപ്പോൾ ആ വീട്ടിൽ ദ റാറ്റ്സ് കെയിം ഔട്ട് ടു പ്ലേ എലികൾ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. എ റാറ്റ് ട്രൈഡ് പുള്ളിങ് ദ ബ്രെഡ് പീസ് ഔട്ട്. എ റാറ്റ് ഒരു എലി ട്രൈഡ് ശ്രമിച്ചു. പുള്ളിങ് ദ ബ്രെഡ് പീസ് ഔട്ട് ആ ബ്രെഡിൻ്റെ കഷ്ണം പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ബട്ട് പക്ഷേ ഹി കുഡ് നോട്ട് അവന് സാധിച്ചില്ല. ഹി കോൾഡ് ഔട്ട് ഹിസ് മദർ അവൻ അവൻ്റെ അമ്മയെ വിളിച്ചു. ആസ് ദേ പുൾഡ് ദ ബ്രെഡ് ഔട്ട് സൈഡ് ദ ട്രാപ്പ് ഡോർ ഓപ്പൺഡ് ആൻഡ് ദേ വേർ പുൾഡ് ഇൻ സൈഡ്. ആസ് ദേ പുൾഡ് ദ ബ്രെഡ് ഔട്ട് സൈഡ്. ആസ് എന്നാൽ ആ സമയത്ത്. ദേ പുൾഡ് ദ ബ്രെഡ് ഔട്ട് സൈഡ് അവർ ആ ബ്രെഡ് പുറത്തേക്ക് വലിച്ചെടുത്തപ്പോൾ ദ ട്രാപ്പ് ഡോർ ഓപ്പൺഡ് ആ കെണിയുടെ വാതിൽ തുറന്നു.
ആൻഡ് ദേ വേർ പുൾഡ് ഇൻസൈഡ്. അവരെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. പുൾ ഇൻസൈഡ് എന്നാൽ അകത്തേക്ക് നീക്കിയിട്ടു. ഇതൊക്കെയാണ് അർത്ഥം. ദ ഡോർ ക്ലോസ്ഡ്. വാതിൽ അടഞ്ഞു. ബോത്ത് ദ മദർ ആൻഡ് സൺ ബിക്കെയിം പാനിക്കി ആൻഡ് സ്റ്റാർട്ടഡ് ഷൗട്ടിങ്. ബോത്ത് എന്നാൽ രണ്ടു പേരും. ദ മദർ ആൻഡ് സൺ അമ്മയും മകനും. ബിക്കെയിം പാനിക്കി. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. പാനിക്കി എന്നാൽ ഭയപ്പെട്ടവരായിത്തീർന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ഷൗട്ടിങ് അവർ അലറിക്കരയാൻ ആരംഭിച്ചു. ഗോൾഡി ക്വിക്ക്ലി സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ്സ്. ഗോൾഡി പെട്ടെന്ന് തന്നെ ലൈറ്റുകൾ ഓൺ ചെയ്തു. സീയിങ് 2 rats in the trap, she was overjoyed. സീയിങ് കണ്ടതുകൊണ്ട് 2 rats 2 എലികൾ ഇൻ ദ ട്രാപ്പ് എലിക്കണിയിൽ 2 എലികൾ ആ എലിക്കണിയിൽ അകപ്പെട്ടത് കണ്ട് ഷീ വാസ് ഓവർജോയ്ഡ് അവൾ അമിതമായി ആഹ്ലാദിച്ചു. ഓവർജോയ് എന്നാൽ അധികമായി സന്തോഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അവൾ അധികമായിട്ട് സന്തോഷിച്ചു. ഷീ കോൾഡ് ഹെർ മദർ ആൻഡ് സെഡ്. അവൾ അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലുക്ക് മമ്മി, നോക്കൂ അമ്മേ, 2 rats ഹാവ് ഗോട്ടൺ ട്രാപ്ഡ്. 2 എലികൾ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. മമ്മി ലുക്ക്ഡ് അറ്റ് ദം ആൻഡ് ഷീ ലാഫ്ഡ് അറ്റ് ദയർ സ്റ്റേറ്റ്. മമ്മി ലുക്ക്ഡ് അറ്റ് ദം അമ്മ അവറ്റകളെ നോക്കി. ആൻഡ് ഷീ ലാഫ്ഡ് അവൾ ചിരിച്ചു. അറ്റ് ദയർ സ്റ്റേറ്റ് എന്നാൽ അവസ്ഥ. അവറ്റകളുടെ അവസ്ഥ നോക്കി അമ്മ ചിരിച്ചു. ലാഫ് എന്നാൽ ചിരിക്കുക. ലാഫ്ഡ് ചിരിച്ചു. ഇറ്റ് ലുക്സ് ലൈക്ക് ദയർ മദർ ആൻഡ് സൺ. ഇറ്റ് ലുക്സ് ലൈക്ക് അവറ്റകളെ കണ്ടിട്ട് അതുപോലെയാണ് എന്നാണ് പറയുന്നത്. ഏതുപോലെ? ദയർ മദർ ആൻഡ് സൺ അവർ അമ്മയും മോനുമാണ്, അമ്മയും മകനുമാണ് കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത് എന്ന് അമ്മ പറഞ്ഞു. ലെറ്റ് ദം ഇൻ ഫോർ ദ നൈറ്റ്. ലെറ്റ് ദം ഇൻ എന്നാൽ അവറ്റകൾ അതിനകത്ത് നിൽക്കട്ടെ. ഫോർ ദ നൈറ്റ് രാത്രി അവറ്റകൾ അതിനകത്ത് നിൽക്കട്ടെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പനിഷ് ദം ബട്ട് ത്രോ ദം സംവെയർ ഫാർ അവേ ഇൻ ദ മോർണിംഗ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടു പനിഷ് ദം അവകളെ ശിക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പനിഷ് എന്നാൽ ശിക്ഷിക്കുക. ബട്ട് പക്ഷേ ത്രോ ദം അവറ്റകളെ എറിയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. സംവേർ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. ഫാർ അവേ എന്നാൽ ദൂരെയായിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കുക. ഇൻ ദ മോർണിംഗ് രാവിലെ. ആഫ്റ്റർ സം ടൈം മദർ സ്ലെപ്റ്റ് ഓഫ് ബട്ട് ഗോൾഡി കുഡ് നോട്ട്. ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം മദർ സ്ലെപ്റ്റ് ഓഫ് അമ്മ ബട്ട് ഗോൾഡി കുഡ് നോട്ട് പക്ഷേ ഗോൾഡിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ മദേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്പൈറ്റ് ഓഫ് എന്നാൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ മദേഴ്സ് ഇൻസ്ട്രക്ഷൻ എന്നാൽ ഉത്തരവ്. അവളുടെ അമ്മയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടും ഗോൾഡി കെപ്റ്റ് സ്വിച്ചിങ് ദ ലൈറ്റ്സ് ഓഫ് ആൻഡ് ഓൺ. ഗോൾഡി ലൈറ്റുകൾ ഓണാക്കിയും ഓഫാക്കിയും കൊണ്ടേയിരുന്നു. ഷീ വാസ് എൻജോയിങ് ദ ഡെസ്പറേറ്റ് എഫേർട്സ് ഓഫ് ദ ഡുവോ ടു സേവ് ദംസെൽവ്സ്. ഷീ വാസ് എൻജോയിങ് അവൾ ആസ്വദിക്കുകയായിരുന്നു. ദ ഡെസ്പറേറ്റ് എഫേർട്സ്. ഡെസ്പറേറ്റ് എന്നാൽ ഗതികെട്ട, എന്തിനും തുനിഞ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. എഫേർട്സ് എന്നാൽ പരിശ്രമങ്ങൾ. അവരുടെ എന്തിനും പോകുന്ന പരിശ്രമങ്ങൾ അവൾ ആസ്വദിക്കുകയായിരുന്നു. ഓഫ് ദ ഡുവോ ആ 2 പേരുടെയും ആ 2 എലികളുടെയും അമ്മയുടെയും മകൻ്റെയും ആ എലികളുടെ എന്തിനും തുനിഞ്ഞിട്ടുള്ള പരിശ്രമങ്ങൾ കണ്ട് അവൾ ആസ്വദിക്കുകയായിരുന്നു. ടു സേവ് ദംസെൽവ്സ് അവരെ അവർക്ക് രക്ഷപ്പെടാനുള്ള ആ മാർഗങ്ങൾ അവറ്റകൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവൾ സന്തോഷിക്കുകയായിരുന്നു. ഇൻ ദ മോർണിംഗ് ദ ചിൽഡ്രൻ ഓഫ് ദ കോളനി കെയിം ടു സീ വാട്ട് വാസ് ഹാപ്പനിങ്. ഇൻ ദ മോർണിംഗ് രാവിലെ ദ ചിൽഡ്രൻ ഓഫ് ദ കോളനി ആ കോളനിയിലെ കുട്ടികൾ കെയിം വന്നു ടു സീ കാണാൻ വേണ്ടി വന്നു. വാട്ട് വാസ് ഹാപ്പനിങ്
എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ആ കോളനിയിലുള്ള കുട്ടികൾ വന്നു. ദ എൽഡേഴ്സ് ടു were crowding and having fun. The elders too, മുതിർന്നവരും, were crowding, മുതിർന്നവരും കൂട്ടം കൂടുകയായിരുന്നു, അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു, and having fun. crowd എന്നാൽ കൂട്ടം കൂടുക, and having fun അവർ അത് കണ്ട് രസിക്കുകയായിരുന്നു, ഈ എലികളെ കണ്ടിട്ട്. കൾറ ആൻഡി came to Goldie's house for some work. കൾറ ആൻഡി കെയിം ടു ഗോൾഡീസ് ഹൗസ്. കൾറ ആൻഡി ഗോൾഡിയുടെ വീട്ടിലേക്ക് വന്നു. ഫോർ സം വർക്ക്, കുറച്ച് ജോലി ചെയ്യാൻ വേണ്ടി. ലുക്കിംഗ് അറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ റാറ്റ്സ് ഷീ ലാഫ്ഡ് ആൻഡ് സെഡ്. ലുക്കിംഗ് അറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ റാറ്റ്സ്, എലികളുടെ കണ്ടീഷൻ എന്നാൽ അവസ്ഥ, എലികളുടെ അവസ്ഥ നോക്കി. ഷീ ലാഫ്ഡ് ആൻഡ് സെഡ്, അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ്, നല്ലത്. ഡോണ്ട് ലീവ് ദം സൂൺ, അവരെ പെട്ടെന്ന് വിട്ടയക്കരുത്. വെൻ ദേ സ്റ്റാർവ് ദേ വിൽ റിയലൈസ്. സ്റ്റാർവ് എന്നാൽ പട്ടിണി കിടക്കും. വെൻ ദേ സ്റ്റാർവ്, അവർ പട്ടിണി കിടക്കുമ്പോൾ. ദേ വിൽ റിയലൈസ്, അവർക്ക് ബോധ്യമാകും. അതർ റാറ്റ്സ് വിൽ ഗെറ്റ് ടു ഫ്രൈറ്റൻഡ് ടു സീ ദയർ സ്റ്റേറ്റ്. അതർ റാറ്റ്സ്, മറ്റുള്ള എലികൾ. വിൽ ഗെറ്റ് ടു ഫ്രൈറ്റൻഡ്, മറ്റുള്ള എലികളും ഭയപ്പെടും. ഫ്രൈറ്റൻ എന്നാൽ ഭയപ്പെടുക. മറ്റുള്ള എലികളും ഭയപ്പെടും. ടു സീ ദയർ സ്റ്റേറ്റ്, അവരുടെ അവസ്ഥ. സ്റ്റേറ്റ് എന്നാൽ അവസ്ഥ, അവരുടെ അവസ്ഥ കണ്ടിട്ട് മറ്റുള്ള എലികളും ഭയപ്പെടും. ആൻഡ് ലിസൺ ഗിവ് മീ എ ട്രാപ്പ് ഫോർ മൈ ഹൗസ് ടു. ആൻഡ് ലിസൺ, കേൾക്കൂ. ഗിവ് മീ എ ട്രാപ്പ്, എനിക്ക് ഒരു എലിക്കണി നൽകൂ. ഫോർ മൈ ഹൗസ് ടു, എൻ്റെ വീട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടി എനിക്കും ഒരു എലിക്കണി നൽകൂ. റാറ്റ്സ് ഇൻ മൈ ഹൗസ് ആർ സോ മിസ്ച്യൂവസ് ദാറ്റ് ദേ ബൈറ്റ് വൈൽ വി ആർ സ്ലീപ്പിംഗ് ആൻഡ് റൺ അവേ. റാറ്റ്സ് ഇൻ മൈ ഹൗസ് ആർ സോ മിസ്ച്യൂവസ്. മിസ്ച്യൂവസ് എന്നാൽ കുസൃതി കാട്ടുന്ന. എൻ്റെ വീട്ടിലുള്ള എലികൾ വളരെ കുസൃതി കാട്ടുന്നവരാണ്. ദാറ്റ് ദേ ബൈറ്റ് വൈൽ വി ആർ സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുന്നതിനിടയിൽ അവറ്റകൾ ഞങ്ങളെ കടിക്കുന്നു. വൈൽ എന്നാൽ അതിനിടയ്ക്ക്, വൈൽ വി ആർ സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുന്നതിനിടയ്ക്ക്. ബൈറ്റ് എന്നാൽ കടിക്കുക. ആൻഡ് റൺ അവേ, എന്നിട്ട് അവറ്റകൾ ഓടുന്നു. എനി റാറ്റ് ദാറ്റ് ഐ ക്യാച്ച് വിൽ ബി ത്രോട്ടിൽഡ് ബൈ മീ. എനി റാറ്റ് ദാറ്റ് ഐ ക്യാച്ച്, ഏതെങ്കിലും ഒരു എലിയെ ഞാൻ പിടിച്ചാൽ ആ എലി വിൽ ബി ത്രോട്ടിൽഡ്. ത്രോട്ട് എന്നാൽ ഞെക്കിക്കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. വിൽ ബി ത്രോട്ടിൽഡ് എന്താണ്, ആ എലി ഞെക്കിക്കൊല്ലപ്പെടും, ശ്വാസം മുട്ടി കൊല്ലപ്പെടും. ബൈ മീ, എന്നാൽ. ഞാൻ ആ എലികളെ, ഏതെങ്കിലും ഒരു എലിയെ ഞാൻ പിടിച്ചാൽ ഞാൻ ആ എലിയെ ഞെക്കിക്കൊല്ലും. എന്നാൽ ആ എലി ഞെക്കിക്കൊല്ലപ്പെടും എന്നൊക്കെയുള്ള അർത്ഥം. ഇതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഐ വിൽ ഓൾസോ ത്രോട്ടിൽ ദം, ഞാനും അവറ്റകളെ ഞെക്കിക്കൊല്ലും. ഇൻ ഓർഡർ ടു സ്കയർ ദ റാറ്റ് കപ്പിൾ ഗോൾഡി സ്പോക്ക് ലൗഡ്ലി. ഇൻ ഓർഡർ ടു എന്നുള്ളതൊരു ഫ്രൈസാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ. ഇൻ ഓർഡർ ടു എഡിറ്റ് വീഡിയോ ഐ ഇൻസ്റ്റാൾഡ് ആൻ ആപ്ലിക്കേഷൻ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇതുപോലെയും പറയാവുന്നതാണ്. ഐ ഇൻസ്റ്റാൾഡ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ഓർഡർ ടു എഡിറ്റ് വീഡിയോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ എന്താണ്, ഇത് നേരെ ഇങ്ങനെയും പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്താണ് അർത്ഥം? ഇൻ ഓർഡർ ടു സ്കെയർ ദാറ്റ് റാറ്റ് കപ്പിൾ ഗോൾഡി സ്പോക്ക് ലൗഡ്ലി. സ്കയർ എന്നാൽ ഭയപ്പെടുത്തുക. ആ ദമ്പതികളായിട്ടുള്ള എലികളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോൾഡി ഉറക്കെ പറഞ്ഞു. എന്ത്? ഞാനും അവറ്റകളെ ഞെക്കിക്കൊല്ലുമെന്ന്. ദ റാറ്റ്സ് ഗോട്ട് ടെറിബിളി ഫ്രൈറ്റൻഡ് ഹിയറിംഗ് ദിസ്. ടെറിബിളി എന്നാൽ ഭീകരമായി, ഘോരമായി, ഭയാനകമായി, ഇതാണ് അർത്ഥം, അങ്ങേയറ്റം. ആ എലികൾ ഭയങ്കരമായി ഭയപ്പെട്ടു.
ഹിയറിങ് ദിസ്, ഇത് കേട്ടുകൊണ്ട്, ഇത് കേട്ട് ആ എലികൾ നന്നായി ഭയപ്പെട്ടു. അതർ റാറ്റ്സ് വേർ ഹിയറിങ് എവരിത്തിങ് ഫ്രം ദയർ ബറോസ്. അതർ റാറ്റ്സ്, മറ്റുള്ള എലികൾ, വേർ ഹിയറിങ്, മറ്റുള്ള എലികൾ കേൾക്കുകയായിരുന്നു, എവരിത്തിങ്, എല്ലാം, ഫ്രം ദയർ ബറോസ്, ബറോസ് എന്നാൽ മാളങ്ങൾ, മറ്റുള്ള എലികൾ അവരുടെ മാളങ്ങളിൽ നിന്നും ഇത് കേൾക്കുകയായിരുന്നു. ദേ വേർ സാപ്ഡ്. സാപ്പ് എന്നാൽ തകർക്കുക, തച്ചു തകർക്കുക, ഇവിടെയൊക്കെയാണ് അർത്ഥം. ഇവിടെ അർത്ഥം അവർ ഭയപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. അവർ തകർന്നു പോയി, അതൊക്കെയാണ് അർത്ഥം. അതായത് അവർ ഭയപ്പെട്ടു എന്ന് അർത്ഥം. അത് കേട്ടിട്ട്, അവറ്റകളെയും ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞത് കേട്ടിട്ട്. എ മസ്റ്റാഷ്ഡ് റാറ്റ് ലീഡർ സെഡ്. മസ്റ്റാഷ് എന്നാൽ താടി. ഒരു താടിക്കാരനായ എലി നേതാവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺലി വൈസ് ടു റൺ അവേ ഫ്രം ഹിയർ. വൈസ് എന്നാൽ ബുദ്ധിയുള്ള, വിവരമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഒരു ബുദ്ധിമാനായിട്ടുള്ള ആൾ മാത്രമേ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടൂ. റണ്ണവേ എന്നാൽ ഓടി രക്ഷപ്പെടുക. ഫ്രം ഹിയർ എന്നാൽ ഇവിടെ നിന്നും. ടുഡേ നോനി ആൻഡ് ഹിസ് മദേഴ്സ് ലൈഫ്സ് ആർ ഇൻ ഡേഞ്ചർ. ടുഡേ ഇന്ന്, നോനി ആൻഡ് ഹിസ് മദേഴ്സ് ലൈഫ്സ്. ലൈഫ്സ് എന്നാൽ ജീവനുകൾ. നോനി ആ കുഞ്ഞായിട്ടുള്ള എലിയുടെ പേരാണ്. നോനിയും അവൻ്റെ അമ്മയുടെയും ജീവനുകൾ ഇന്ന് അപകടത്തിലാണ്. ഇൻ ഡേഞ്ചർ എന്നാൽ അപകടത്തിൽ. അവരുടെ 2 പേരുടെയും ജീവനുകൾ അപകടത്തിലാണ്. ടുമോറോ വിൽ ബി സംവൺ എൽസ് ചാൻസ്, സോ റൺ. ടുമോറോ നാളെ, ടുമോറോ വിൽ ബി സംവൺ എൽസ് ചാൻസ്, നാളെ മറ്റാരുടെയെങ്കിലും അവസരം ആയിരിക്കും. സോ അതുകൊണ്ട് റൺ, അതുകൊണ്ട് ഓടി രക്ഷപ്പെടുക. വിൽ ബി എന്നാൽ ആയേക്കും, ആയിരിക്കും എന്നൊക്കെയുള്ള അർത്ഥമാണ്. സംവൺ എൽസ് എന്നാൽ മറ്റാരുടെയെങ്കിലും, ചാൻസ് എന്നാൽ അവസരം. ഓൾ ദ റാറ്റ്സ് അഗ്രീഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലീയിങ് ത്രൂ എ ലോങ് ടണൽ ദേ ഹാഡ് കൺസ്ട്രക്റ്റഡ്. ഓൾ ദ റാറ്റ്സ് അഗ്രീഡ്, എല്ലാ എലികളും യോജിച്ചു, ആ പറഞ്ഞതിനോട് യോജിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലീയിങ്, എന്നിട്ട് സ്റ്റാർട്ടഡ് ആരംഭിച്ചു, ഫ്ലീയിങ് രക്ഷപ്പെടാൻ, ഫ്ലീ എന്നാൽ രക്ഷപ്പെടുക, സ്റ്റാർട്ടഡ് ഫ്ലീയിങ് രക്ഷപ്പെടാൻ ആരംഭിച്ചു. ത്രൂ എ ലോങ് ടണൽ, ടണൽ എന്നാൽ തുരങ്കം, ത്രൂ എന്നാൽ അതിലൂടെ എന്നുള്ള അർത്ഥമാണ്. ത്രൂ എ ലോങ് ടണൽ, ലോങ് എന്നാൽ നീണ്ട, ഒരു നീണ്ട തുരങ്കത്തിനുള്ളിലൂടെ അവർ രക്ഷപ്പെടാൻ ആരംഭിച്ചു. ദേ ഹാഡ് കൺസ്ട്രക്റ്റഡ്, കൺസ്ട്രക്റ്റ് എന്നാൽ നിർമ്മിക്കുക, ദേ ഹാഡ് കൺസ്ട്രക്റ്റഡ്, അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന. എല്ലാ എലികളും ആ പറഞ്ഞതിനോട് യോജിച്ചു. അങ്ങനെ അവർ രക്ഷപ്പെടാൻ ആരംഭിച്ചു. അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന, അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന നീണ്ട തുരങ്കത്തിനുള്ളിലൂടെ, അതിനുള്ളിലൂടെ അവർ രക്ഷപ്പെടാൻ ആരംഭിച്ചു. ടിൽ ആഫ്റ്റർനൂൺ, ഉച്ച തിരിയുന്നതുവരെ. ടിൽ എന്നാൽ അതുവരെ. ടിൽ ആഫ്റ്റർനൂൺ, ഉച്ച തിരിയുന്നതുവരെ. ബോത്ത് റാറ്റ്സ് വേർ സ്റ്റാർവിങ് വിത്ത് ഹങ്കർ. ബോത്ത് റാറ്റ്സ്, 2 എലികളും, വേർ സ്റ്റാർവിങ് വിത്ത് ഹങ്കർ, അവർ 2 പേരും പട്ടിണി കിടന്ന് വലയുകയായിരുന്നു. ദേ വേർ ആസ് ഇഫ് ആസ്കിങ് ഫോർഗിവ്നെസ് വിത്ത് ദയർ ഐസ്. ഫോർഗിവ്നെസ് എന്നാൽ ക്ഷമ, മാപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. ആസിഫ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. ആസ്ക് എന്നാൽ ചോദിക്കുക. അവരുടെ കണ്ണുകൾ കണ്ടാൽ തോന്നുക അവർ മാപ്പ് ചോദിക്കുകയാണ് എന്ന പോലെ. അവരുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുക, അവർ മാപ്പ് ചോദിക്കുകയാണ് എന്നുള്ളത്. എന്ന പോലെ അവരെ കാണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ബട്ട് ഗോൾഡി വാസ് നോട്ട് റെഡി ടു ഫോർഗിവ് ദം. ഫോർഗിവ് എന്നാൽ ക്ഷമിക്കുക, മാപ്പ് നൽകുക, ഇതൊക്കെയാണ് അർത്ഥം. പക്ഷേ ഗോൾഡി അവർക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല. വാസ് നോട്ട് റെഡി എന്നാൽ തയ്യാറല്ലായിരുന്നു. ദം എന്നാൽ അവർക്ക്. ഷീ ട്രൈഡ് ടു സ്കെയർ ദം ബൈ സേയിങ് ഐ കനോട്ട് സ്പെയർ യു. ഷീ ട്രൈഡ്, അവൾ ശ്രമിച്ചു, ടു സ്കെയർ ഭയപ്പെടുത്താൻ, ദം അവരെ, ആ എലികളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചു. ബൈ സേയിങ് പറഞ്ഞുകൊണ്ട്. സ്പെയർ എന്നാൽ ഇവിടെ ദയ കാണിക്കുക, മോചിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ കനോട്ട് സ്പെയർ യു, എനിക്ക് നിങ്ങളോട് ദയ കാണിക്കാൻ സാധിക്കുകയില്ല, അതല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് പറഞ്ഞുകൊണ്ട് അവൾ
അവറ്റകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. യു ഹാവ് ട്രബിൾഡ് മീ എ ലോട്ട്. എ ലോട്ട് എന്നാൽ ഒരുപാട്. ട്രബിൾ എന്നാൽ ബുദ്ധിമുട്ടിക്കുക, ശല്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. യു ഹാവ് ട്രബിൾഡ് മീ എ ലോട്ട്. നീ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. നൗ യു വിൽ ബോത്ത് ഡൈ ഹിയർ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വച്ച് മരണപ്പെടും. ഹിയർ എന്നാൽ ഇവിടെ വച്ച്, ഡൈ എന്നാൽ മരണപ്പെടുക, ബോത്ത് എന്നാൽ രണ്ടുപേരും. ബോത്ത് റിമൈൻഡ് ഇൻ ദ ട്രാപ്പ് ഓൾ ഡേ. അവർ രണ്ടുപേരും ദിവസം മുഴുവനായിട്ടും ആ കെണിയിൽ തന്നെ തുടർന്നു. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. ഗോൾഡി ഹാഡ് നോ സ്കൂൾ. ഷീ പനിഷ്ഡ് ദ റാറ്റ്സ് അൻറ്റിൽ ഈവനിങ്. അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. പനിഷ്ഡ് എന്നാൽ ശിക്ഷിച്ചു. ഗോൾഡി ഹാഡ് നോ സ്കൂൾ. ഗോൾഡിക്ക് സ്കൂള് ഇല്ലായിരുന്നു. ഷീ പനിഷ്ഡ് ദ റാറ്റ്സ്. അവൾ ആ എലികളെ ശിക്ഷിച്ചു. അൻറ്റിൽ ഈവനിങ്, വൈകുന്നേരം വരെ അവൾ ആ എലികളെ ശിക്ഷിച്ചു. ദെൻ, ശേഷം, ഓൺ ഹെർ മദേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എന്നാൽ ഉത്തരവുകൾ, അവളുടെ അമ്മയുടെ ഉത്തരവുകളെ. ഷീ വെൻറ്റ് ആൻഡ് ലെഫ്റ്റ് ദം ഫാർ അവേ ഫ്രം ഹെർ ഹൗസ്. ഷീ വെൻറ്റ് അവൾ പോയി, ആൻഡ് ലെഫ്റ്റ് ദം. ലെഫ്റ്റ് എന്നാൽ ഇവിടെ ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ്. ലീവ് എന്നാൽ ഉപേക്ഷിക്കുക, അതിൻ്റെ രണ്ടാമത്തെ രൂപം ലെഫ്റ്റ്. ഉപേക്ഷിച്ചു, ദം അവരെ, ആ എലികളെ. ഫാർ അവേ ഫ്രം ഹെർ ഹൗസ്, അവളുടെ വീട്ടിൽ നിന്നും വളരെ അകലെയായിട്ട്. ഫാർ അവേ എന്നാൽ അകലെയായിട്ട് അവൾ ആ എലികളെ ഉപേക്ഷിച്ചു. ഫ്രം ദാറ്റ് ഡേ ഓൺ നോ റാറ്റ് വാസ് സീൻ നിയർ ഹെർ ഹൗസ്. ഫ്രം ദാറ്റ് ഡേ ഓൺ, ആ ദിവസം തൊട്ട്, അന്നു മുതൽ തൊട്ട്, നോ റാറ്റ് വാസ് സീൻ നിയർ ഹെർ ഹൗസ്, അവളുടെ വീടിന് സമീപത്ത് എലിയെ കണ്ടിട്ടില്ല. ദ പ്രോബ്ലം വാസ് സോൾവ്ഡ്. സോൾവ് എന്നാൽ പരിഹരിക്കുക. ദ പ്രോബ്ലം വാസ് സോൾവ്ഡ്, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഗോൾഡി ഓഫൺ ലാഫ്ഡ്. ഗോൾഡി പലപ്പോഴും ചിരിക്കാറുണ്ട്. റിമെമ്പറിങ് ദ റാറ്റ്സ് ആൻഡ് സെഡ് ടു ഹെർസെൽഫ്. റിമെമ്പർ എന്നാൽ ഓർമ്മിക്കുക. റിമെമ്പറിങ് ദ റാറ്റ്സ്, ആ എലികളെ ഓർമ്മിച്ചുകൊണ്ട് ഗോൾഡി പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്. ആൻഡ് സെഡ് ടു ഹെർസെൽഫ്, എന്നിട്ട് അവൾ അവളോട് തന്നെ പറയും. ദോസ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ എക്സ്പ്ലെയിനിങ്. വിവരിച്ചിട്ടും മനസ്സിലാകാത്തവർ. ആൻഡ് കമ്മിറ്റ് മിസ്റ്റേക്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ഷുഡ് ബി പനിഷ്ഡ്. ഷുഡ് ബി പനിഷ്ഡ് എന്നാൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അർത്ഥമാണ്. എഗെയിൻ എന്നാൽ വീണ്ടും. വിവരിച്ചിട്ടും മനസ്സിലാകാത്തവരും അതുപോലെ തെറ്റുകൾ വീണ്ടും വരുത്തുന്നവരും ശിക്ഷിക്കപ്പെടണം. പനിഷ്മെൻറ്റ് ഈസ് നെസസറി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. പനിഷ്മെൻറ്റ് എന്നാൽ ശിക്ഷിക്കൽ. നെസസറി എന്നാൽ അനിവാര്യമായ. ഇംപ്രൂവ്മെൻറ്റ് എന്നാൽ അഭിവൃദ്ധി, നന്നാക്കൽ, വർദ്ധിപ്പിക്കൽ, മെച്ചപ്പെടുത്തൽ, ഇതൊക്കെയാണ് അർത്ഥം. പുരോഗതി ലഭിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കൽ അനിവാര്യമായതാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്.